പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 146 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. മനുഷ്യനൊരു പരാശ്രയ ജീവിയാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരിക്കൽ ആരിൽ നിന്നെങ്കിലും ഒരു സഹായം ലഭിച്ചാൽ വീണ്ടും ആ വ്യക്തിയിലേക്ക് തന്നെ നോക്കുകയും അവരെ ആശ്രയിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യർക്കുണ്ട്. എന്നാൽ ഒരിക്കൽ നമ്മെ സഹായിച്ചവർ വീണ്ടും നമ്മെ സഹായിക്കണമെന്നില്ല. വീണ്ടും നാം സഹായത്തിനായി അദ്ദേഹത്തെ ആശ്രയിക്കുന്നത് പോലും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും നമ്മെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതിനേക്കാൾ അധികം നമ്മെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും എപ്പോഴും ആശ്രയിക്കുവാൻ കൊള്ളാവുന്നതും എത്ര തന്നെ ആശ്രയിച്ചാലും നമ്മോട് വിദ്വേഷമോ വെറുപ്പോ കാണിക്കാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ ദൈവം മാത്രമാണ്. തൻ്റെ ജനം എല്ലായ്പ്പോഴും തന്നെ മാത്രം ആശ്രയിക്കണമെന്നുമാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവസഹായം ലഭിച്ചു കഴിയുമ്പോൾ പലരും അത് ദൈവം ചെയ്തതാണെന്നോ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും തനിക്ക് ലഭിച്ച വിടുതലുകളാണെന്ന് ഓർക്കുകയോ ദൈവത്തിന് മഹത്വം വരുമാറ് നന്ദി പറയുകയോ ചെയ്യുന്നില്ല എന്നതാണ് ദുഃഖകരം. മനുഷ്യരുടെ സഹായം തേടി പോകാതെയും ദൈവത്തിൻ്റെ സഹായത്തിനായി മാത്രം കാത്തിരുന്ന അനവധി ഭക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസാ രാജാവിന് യുദ്ധം നേരിട്ടപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുകയോ വിജയം ലഭിക്കേണ്ടതിന് ആരെയും കൂലിക്ക് വിളിക്കുകയോ ചെയ്തില്ല. ആസാ ഇസ്രായേലിൻ്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവരുടെ ശരണവുമായിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും തൻ്റെ ജനത്തെ സഹായിക്കുകയും ലക്ഷക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. മനുഷ്യർക്ക് രോഗം വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഒരു ഭക്തന് രോഗം വരുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ നാം ഭാരപ്പെടാതെ ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ആണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ദാവീദിനും കൂടെയുള്ളവർക്കും വളരെ വിശന്നിട്ട് നാബാലിൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടതായി വന്നു. നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിരുന്ന് കഴിക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ അവൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പരിഹസിച്ചു ഓടിച്ചു കളഞ്ഞു. നന്മ വരുമ്പോൾ സഹകരിക്കുവാനും സഹായിക്കുവാനും ധാരാളം പേരുണ്ടാകും. കഷ്ടത നേരിടുമ്പോൾ ആരും സഹായിക്കാൻ ഉണ്ടെന്ന് വരികയില്ല. നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും നമ്മെ വിട്ട് അകന്നു പോയെന്നും വരാം. എന്നാൽ എല്ലാം മാറിപ്പോയാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവം സഹായകനായി ഉണ്ടാകും. ആമേൻ. ജീവിതം വഴിമുട്ടിയ മുടിയൻ പുത്രൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനെ ആശ്രയിച്ചപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും കൊടുത്ത് അവൻ്റെ വിശപ്പടക്കുവാൻ അവർ തയ്യാറായില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ആമേൻ. സഹായിക്കുക മാത്രമല്ല ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ആകയാൽ സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നാം ആശ്രയിക്കരുതെന്നുള്ള സങ്കീർത്തനക്കാരൻ്റെ പ്രബോധനം നാം ചെവിക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ സഹായത്തിനായി ഇന്ന് പ്രഭാതം ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആമേൻ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഈ സങ്കീർത്തനം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ധ്യാനിപ്പാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതയിൽ കർത്താവേ, ഞങ്ങൾ ഒത്തിരി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട്. ആശ്രയിച്ച പലരും കർത്താവെ ഞങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, അനേക ഭക്തന്മാരുടെ ശൂന്യതകളെ അറിയുന്ന ആമേൻ ദൈവം, ഞെരുക്കങ്ങളെ അറിയുന്ന ദൈവം, കടഭാരങ്ങളെ അറിയുന്ന ദൈവം, മാനസികമായ നിരാശകളെ അറിയുന്ന ദൈവം, രോഗബലഹീനതകളെ അറിയുന്ന ദൈവം കർത്താവെ സ്തോത്രം. ഒത്തിരി ആമേൻ കർത്താവ് പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതം സ്വർഗം ഓർക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. നാഥ, ആമേൻ, ഞങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആമേൻ ആശ്രയിക്കാതെ, ആമേൻ, നാഥനെ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് ഗമിപ്പാൻ ഓരോ ദിനവും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളെ ഒരുക്കണമേ. സാരാഭാത്തിലെ വിധവയെ കാമേസ്തോത്രം കൽപ്പിച്ചതുപോലെ, ആമേൻ, തെരീച്ച് തോട്ടിൽ കാക്കയെ ആമേൻ കൽപ്പിച്ചൊരുക്കിയതുപോലെ ഈ ദിവസങ്ങൾ തൻ്റെ ഭക്തന്മാർക്കായി ദൈവം ആമേൻ ഓരോ പ്രിയപ്പെട്ടവരെ ആമേൻ കൽപ്പിച്ചൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ഇന്ന് പ്രഭാതം അങ്ങയുടെ ദാസിദാസന്മാർക്കും ആശ്വാസവും അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മകച്ച മകടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.